ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാർ ആണ്. ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് വുഡ് യു മൈൻഡ് കേട്ടോ. വുഡ് യു മൈൻഡ്, ഇനി ടെൻഷനേ അടിക്കേണ്ട, ഇതോടെ തീർന്നു വുഡ് യു മൈൻഡ് കേട്ടോ. എന്താണ് സാറേ വുഡ് യു മൈൻഡ്? നോക്കൂ നിങ്ങൾ, വുഡ് യു മൈൻഡിന് ശേഷം വെർബിന്റെ ING ഫോം മാത്രം ഉപയോഗിക്കുക. വുഡ് യു മൈൻഡിന് ശേഷം വെർബിന്റെ ING ഫോം മാത്രം ഉപയോഗിക്കുക. നോക്കൂ, വുഡ് യു മൈൻഡ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം ആയിരിക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, ഈ വുഡ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബ് ആണ്, യു എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്, മൈൻഡ് എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇപ്പൊ ASMO അല്ലെ, ഇങ്ങനെ ആസ്മോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ടില്ല, അതിന്റെ അവസാനം എന്തുണ്ടാവും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ഇതൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിന്റെ അർത്ഥം വിരോധമില്ലെങ്കിൽ, വിരോധമില്ലെങ്കിൽ എന്ന അർത്ഥം. അപ്പൊ നോക്കിക്കോളൂ നിങ്ങൾ, നേരത്തെ നമ്മൾ ഹാഡ് ബെറ്ററിൽ പഠിച്ച പോലെ തന്നെ കേട്ടോ. ഹാഡ് ബെറ്ററിന്റെ വീഡിയോ കാണാത്തവരാണോ നിങ്ങൾ? എങ്കിൽ ഹാഡ് ബെറ്ററിന്റെ വീഡിയോ കാണുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? ശ്രദ്ധിക്കണേ, ഉത്തരം മിക്കവാറും തൊട്ടടിയിൽ കാണും. ഉത്തരം മിക്കവാറും എവിടെ ഉണ്ടാവും? പറ. തൊട്ടടിയിൽ കാണും കേട്ടോ. തൊട്ടടിയിൽ തന്നെ ഉണ്ടാവും, തൊട്ടടിയിൽ കാണും. റെഡി? അപ്പൊ മിക്കവാറും ഉത്തരം എവിടെ ഉണ്ടാവും? തൊട്ടടിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ വുഡ് യു മൈൻഡ് അർത്ഥം എന്താ? വിരോധമില്ലെങ്കിൽ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ, വുഡ് യു മൈൻഡ് ഡാഷ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. നോ പ്രോബ്ലം, ഐ വിൽ സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് ഫോർ യു അല്ലേ. അപ്പൊ നോക്കിക്കോളൂ, വിരോധമില്ലെങ്കിൽ എന്തിന്? സ്പെയറിംഗ് എ ഫ്യൂ മിനിറ്റ്സ് ഫോർ മീ അല്ലേ. അപ്പൊ നമുക്ക് ഈ സ്പെയറിന്റെ ING ഫോം എന്താ മക്കളെ? പറ. സ്പെയറിംഗ് അല്ലേ. അപ്പൊ വുഡ് യു മൈൻഡ് പറ. വുഡ് യു മൈൻഡ് സ്പെയറിംഗ്, ബാക്കി എ ഫ്യൂ മിനിറ്റ്സ് അല്ലെ. എ ഫ്യൂ മിനിറ്റ്സ് ഫോർ യു എന്നുള്ളത് എന്തായിരിക്കണം മക്കളെ? എന്തായി പറ? ഫോർ മീ എന്നായി മാറും. മനസ്സിലാകുന്നുണ്ടോ മക്കളെ? വുഡ് യു മൈൻഡിന്റെ ശേഷം വെർബിന്റെ ഏത് ഫോം ഉപയോഗിക്കണം? ING ഫോം. ഈ ട്രിക്ക് ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പലരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, ഞാനാ പറഞ്ഞു തരുന്നത്. ഇവിടെ നോക്കിക്കോളൂ നിങ്ങൾ, ഉത്തരം മിക്കവാറും തൊട്ടടിയിൽ കാണും. പിന്നെ എന്തിന് ടെൻഷൻ അടിക്കണം? ഇവിടൊക്കെ കൊണ്ടേക്കാണ് ഇങ്ങനെ കാണുമ്പോഴേ ഈ കുട്ടികൾ വിൽ യു സ്പെയർ ഫ്യൂ മിനിറ്റ്സ് ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയേക്കും. അത് പൊട്ട തെറ്റാണ്. കാര്യം ഈ വുഡ് യു മൈൻഡ് എന്ന് പറയുന്നതിന്റെ ഗ്രാമറാണ് ശരിയാക്കേണ്ടത്. വുഡ് യു മൈൻഡിന്റെ ശേഷം വെർബിന്റെ ING ഫോം ഉപയോഗിക്കണം. ശ്രദ്ധിക്കണം കേട്ടോ, മറക്കരുതേ. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇത് നിങ്ങൾ ഓർക്കണേ. എന്താണ് പറ? ഈ വുഡ് യു മൈൻഡിന്റെ ശേഷം എന്ത് ഫോം ഉപയോഗിക്കണം? പറ. ING ഫോം എന്ന് പറയുന്ന ഇത് മറക്കരുത് കേട്ടോ. ഇത് ഓർത്ത് വെക്കണം നിങ്ങൾ. ഇവിടെ നേരെ ചില ആളുകൾ എന്തെന്നറിയോ? വിൽ യു സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് ഫോർ യു. അപ്പൊ നോ പ്രോബ്ലം, ഐ വിൽ സ്പെയർ എന്ന് പറഞ്ഞിരിക്കും. അത് തെറ്റാണ്. കാര്യം വുഡ് യു മൈൻഡിന്റെ ശേഷം ING ഉപയോഗിക്കണം എന്ന് പറയുന്ന റൂൾ അവിടെ വർക്ക് ചെയ്തിട്ടില്ല. അത് വർക്ക് ചെയ്യണം എന്നായി പറയുന്നത്. അടുത്ത് നോക്കിക്കോളൂ, വുഡ് യു മൈൻഡ് അല്ലെ. മാർത്ത ചോദിക്കുകയാണ് വുഡ് യു മൈൻഡ്. അപ്പൊ ഗ്രാൻഡ്മ യെസ് ഐ ഡു ആൻഡ് ഗോ ആൻഡ് മീറ്റ് ഹിം അലോൺ അല്ലേ. അനക്ക് ഏറ്റവും ഞാൻ അങ്ങനെ ചെയ്യാം. യു ഗോ ആൻഡ് മീറ്റ് ഹിം അലോൺ. ഈ പോയിക്കാണ്ട് എന്ത് ചെയ്യാ? പറ. അദ്ദേഹത്തെ നേരിട്ട് ഒറ്റയ്ക്ക് കാണുന്ന്. ആരെ? ഗ്രാൻഡ്പനെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. ആരാ പറയുന്നത്? ഗ്രാൻഡ്മ. അപ്പൊ നോക്കൂ, വുഡ് യു മൈൻഡ് വിരോധമില്ലെങ്കിൽ അല്ലെ. ആരാ? മീറ്റിംഗ്. ആര് മീറ്റ് ചെയ്യുന്നതില്? മീറ്റിംഗ് ഗ്രാൻഡ് ഫാദർ അല്ലെ. ഇങ്ങക്ക് വിരോധമില്ലെങ്കിൽ നമ്മളെ ഗ്രാൻഡ് ഫാദറിനെ ഒന്ന് ഒറ്റയ്ക്ക് മീറ്റ് ചെയ്യോ എന്ന് ചോദിക്കാട്ടോ. അപ്പോ യെസ് ഐ ഡു, യു ഗോ ആൻഡ് മീറ്റ് ഹിം അലോൺ. ഈ പോയിക്കാണ്ട് ഒറ്റയ്ക്ക് കണ്ടോളൂ. അങ്ങനെയാണ് ഇതിന്റെ ഉത്തരം. അതായത് തൊട്ടടിയിൽ തന്നെ എന്തുണ്ടാവും? വുഡ് യു മൈൻഡിന്റെ ആൻസർ ഉണ്ടാവും മക്കളെ. ഈസിയാണ്, മറക്കരുത് കേട്ടോ. ഈ വുഡ് യു മൈൻഡ് കണ്ടാൽ, ശ്രദ്ധിച്ച് കേട്ടോളൂ, വുഡ് യു മൈൻഡ് കണ്ടാൽ നോക്കിക്കോളൂ, വുഡ് യു മൈൻഡ് കണ്ടാൽ ING അതിന് ശേഷം നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ മാർക്ക് നഷ്ടപ്പെടും. മാർക്ക് എന്താവും? നഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഇനി പറഞ്ഞിട്ടില്ല എന്ന് വേണ്ട, മാർക്ക് നഷ്ടപ്പെടും, ഉറപ്പായിട്ട് നഷ്ടപ്പെടും. കാര്യം ഈ വുഡ് യു മൈൻഡ് റൂൾ അവിടെ വർക്കിൽ നിർബന്ധമാണ്. Shall I wind up here? Thank you very much. അപ്പോൾ മറക്കാണ്ടിരിക്കുക. ബൈ.